വണ്ടി ഒന്നും നോക്കാല്ലേ മിയത്തിൽ മിയ 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 അതും ടൈപ്പ് 2 ടൈപ്പ് 2 അതാ നോക്കേണ്ടത്. ടൈപ്പ് 1 അല്ല, ടൈപ്പ് 2 ആണ്. 2 സാധനം. കാണുന്നുണ്ടാവല്ലോ വീഡിയോയില്. അതെ, ടൈപ്പ് 2 ഒരു വണ്ടി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 2.25 പുറത്തേക്ക് എന്തായാലും കൊടുക്കേണ്ടത് 2.5 രൂപ കൊടുക്കും. 2 രൂപക്ക് കിട്ടും സാധനം. ഫുള്ള് ലോണും കൊടുക്കും. ഫുള്ള് ലോണും കയറ്റി കൊടുക്കാം. നല്ല വിലപ്പാകുണ്ട്. ആവശ്യക്കാരാണെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. വണ്ടി എല്ലാ ഭാഗം ഫിറ്റ് അല്ല, എല്ലാ മെക്കാനിക് കാര്യങ്ങളൊക്കെ മിയത്തുൽ മിയ. കാണാൻ നല്ല ലുക്കുള്ള വണ്ടി. 3.4 കൊടുക്കാം. മാക്സിമം ലോൺ എത്ര കിട്ടും? മാക്സിമം ഏകദേശം ഫുള്ള് ലോൺ 3 രൂപ 2.25 3 രൂപ എന്തായാലും കിട്ടും. കിട്ടൂല്ലേ? ഓക്കെ, 2.25 ലോണും. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും ഞാൻ ഇന്നുള്ളത് നമ്മുടെ Z-Line യൂസ്ഡ് കാറിലാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ചില്ലറ പൈസന്റെ കാറുകളാണ് കൂടുതലും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ഒരു സാധാരണക്കാർക്ക് ചെറിയ ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റിയ വണ്ടികൾ. റിഡ്സ് കാർ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറെ പീസ് ഉണ്ട് കേട്ടോ. ഒരു 5-6 പീസ് ഉണ്ട്. പെട്രോൾ ഉണ്ട്, ഡീസൽ ഉണ്ട്, അതും ചെറിയ പൈസക്ക്. പിന്നെ അതുപോലെ തന്നെ വാഗണർ ഉണ്ട്. ഒരുപാട് ഏതൊക്കെ ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് 40-45 വണ്ടികൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു 20 സംതിങ് വണ്ടികൾ കാണിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടുത്തെ എല്ലാ വാഹനങ്ങളും കാണാൻ പറ്റും. എന്തായാലും ഈ വീഡിയോയിൽ ഒരു 20 വണ്ടി കാണിക്കുന്നുണ്ട്. അപ്പൊ അതും കൂടി കണ്ടാൽ നിങ്ങൾക്ക് ഇവിടുത്തെ എല്ലാ വാഹനങ്ങളും കാണാൻ പറ്റും. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഇതിന്റെ ഓണറാണ് നമ്മുടെ മുഹമ്മദ് ഖാ. എന്തൊക്കെയുണ്ട്? വളരെ സുഖല്ലേ? മുഹമ്മദ് ഖാ നമ്മളെ കുറെ മുമ്പേ ഉള്ള പരിചയമല്ല, കുറെ കാലമായിട്ടുള്ള പരിചയമാണ്. പക്ഷെ വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യാന്ന് മാത്രം. പല ആൾക്കാരും ഇങ്ങനെ മാറി മാറി വന്നോടുക്കും. ഓരോരുത്തർ ആരെയും വരുമ്പോ അവര് ജയിക്കും. നമ്മൾക്ക് അന്ന് ഒഴിവാണ്, അന്ന് നമ്മളോട് ജയിക്കും. ഒഴിവില്ലാതെ വെക്കുമ്പോ അത് വേറെ വിഷയം. അതെ, ഇന്നിപ്പോ നമുക്കൊരു ഒഴിവുണ്ട്. അന്ന് മൂപ്പര് എന്നെ വിളിച്ചിട്ട്. അപ്പൊ ഞാൻ പെരുന്നാളിന്റെ ലീവ് പോയി. അതെ, ഞാൻ നാട്ടിൽ ഉണ്ടായിരുന്ന സമയത്താണ് മൂപ്പര് വിളിച്ചത്. അപ്പൊ വരാൻ പറ്റിയില്ല. അപ്പൊ എന്തായാലും ഇന്ന് നല്ല അടിപൊളി കളക്ഷനും ഉണ്ട് അല്ലേ? ഒരുപാട്. ഇന്നോവ കാറിൽ 5 രൂപ കൊടുക്കല്ലേ? നല്ല സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ. എന്തായാലും ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു കൊടുക്കുക. അപ്പൊ അതിന് മുമ്പ് നിങ്ങൾ ഒന്ന് അഡ്രസ് ഒന്ന് പറഞ്ഞു കൊടുത്താലേ, ലൊക്കേഷന്. ഇത് നമ്മളെ കൊണ്ടോട്ടിന്ന് നമ്മളെ മലപ്പുറം കൊണ്ടോട്ടി വന്നിട്ട് നേരെ കുന്നമ്പുറം റോഡ് കൂട്ടാലിങ്ങല് പറഞ്ഞ സ്ഥലത്ത്. അതായത് ഈ റോഡിന് ഇങ്ങനെ പോരുമ്പോ കൂട്ടാലിങ്ങല് പറഞ്ഞ ഒരു ബോർഡ് ഉണ്ടാവും ലെഫ്റ്റ് സൈഡില്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മളെ കടന്റെ പേര് Z-Line യൂസ്ഡ് കാർ. എയർപോർട്ടിന്റെ ചാരിട്ടുള്ള ഒരു എയർപോർട്ടിന്റെ റൺവേന്റെ ചാരിയാണ് ഷോപ്പ് എടുക്കുന്നത്. അതെ. എയർപോർട്ടിന്റെ ഫ്രണ്ട് ഭാഗം അങ്ങോട്ടും നമ്മളുടെ ബാക്ക് സൈഡ് റൺവേക്ക് ചാരിട്ടാന്നുള്ളത്. അപ്പോ എന്തായാലും ഇവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ 3 നമ്പർ ഉണ്ട് അല്ലെ? 2 നമ്പർ വീഡിയോയിൽ കൊടുക്കാം. അപ്പൊ അതിൽ വിളിച്ചാൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ വണ്ടിയായിട്ട് കാണിച്ചു കൊടുക്കല്ലേ? നേരെ വീഡിയോയിലേക്ക്. ഇവിടെ ഫസ്റ്റ് ആയിട്ട് നിങ്ങളെ കാണിക്കുന്നത് നല്ലൊരു അടിപൊളി ഇന്നോവ കാറാണ് കേട്ടോ. അതും ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ഒക്കെ ആക്കിക്കാണ്ട്, പിന്നെ സ്കേർട്ടിങ്, ഗ്രില്ല്, ഒരുപാട് ഫിറ്റ് കയറിയ വണ്ടി. ഇത് VL ഓപ്ഷന്. ആലോയ്സ് ഒക്കെ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇതിൽ വരുന്നതാണ്. നല്ല ഇന്റീരിയർ ഭാഗം, നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും പിന്നെ നല്ല അടിപൊളി വണ്ടി തന്നെ നമുക്ക് കാണിച്ചു കൊടുക്കാം. പിന്നെ ചെറുവണ്ടികളൊക്കെ ഇതിന് ശേഷം ഒക്കെ കാണിക്കുന്ന ചെറുവണ്ടികൾ കേട്ടോ. ഈ വണ്ടി മാത്രം കുറച്ചോ വില കൂടുതലുള്ള ചെറുവണ്ടിയാ. വേറെ ഉണ്ട്. ബഡ്ജറ്റ് കുറഞ്ഞ വണ്ടികൾ കുറെ ഉണ്ട്. അതൊക്കെ കാണിക്കാം. ആദ്യം നമുക്ക് ഇത് കാണിച്ചു കൊടുക്കാം. പിന്നെ എത്ര മോഡലായിരുന്നു ഇത്? 2009. 9 വണ്ടി. ഓക്കെ. 29 വരെ പേപ്പർ ഉണ്ട് അല്ലെ? ഇപ്പൊ കേരള നമ്പർ ആക്കിയിട്ട് നിങ്ങൾ കൊടുക്കൂല്ലേ? കേരള നമ്പർ ആക്കിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ കേരള നമ്പർ. ഇത് പഞ്ചാബ് അല്ല വണ്ടി? ഇപ്പൊ പഞ്ചാബ് ഉള്ളത്. എന്തായാലും കേരള നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. വണ്ടി എന്ത് പാട്? മെക്കാനിക് കാര്യങ്ങൾ ക്ലീൻ പീസ് അല്ല? കാണാൻ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാണാൻ നല്ല അടിപൊളിയാണ്. പിന്നെ മെക്കാനിക്കലും പെർഫെക്റ്റ് അല്ലേ? ക്ലിയർ വണ്ടി. ഓട്ടൊക്കെ ജെനുവിൻ ആയിരിക്കും? ഓട്ടം ജെനുവിൻ പുറത്തുനിന്ന് വരുന്നതാണ്. ഞാൻ ചോദിക്കുന്നില്ല, അത് ജെനുവിൻ ഉണ്ടാവും. നമുക്കൊരു ഉറപ്പില്ല. നമുക്ക് മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്നുമില്ല. ഓക്കെ. അപ്പൊ നോക്കുന്നവര് ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കട്ടെ അല്ല? ഓല് ചെക്ക് ചെയ്തിട്ട് അധികം ആൾക്കാരും ഭർത്താപ്പാരെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തിട്ടാ കൊണ്ടുപോകല്. അതേപോലെ നമുക്കും അത് സന്തോഷം. അത് സന്തോഷം. ഞാൻ ഉറപ്പായി
അതെ അതെ. ഇപ്പൊ കൊണ്ടുപോയി അധികം 3-4 ആൾക്കാരൊക്കെ വന്ന് ഒരു വർഷാപ്പാറ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് ഒരു കൊണ്ടുപോയി. അതാ നല്ലത്. അതാണ് ഞമ്മക്ക് സന്തോഷമുള്ളത് അല്ലെ. എന്താ പറയാ, നമുക്ക് തൃപ്തിയായി. അതെ അതിന് ആള് തൃപ്തിയായിട്ടാണല്ലോ പോണത്. അതെ. ആ മറ്റേ ഒരു ഈ സെല്ല് പോണില്ലല്ലോ. അതെ അതാണ് അത് നല്ലതാണ്. അങ്ങനത്തെ ഒരു കച്ചവടം ഇല്ല, അത് നല്ല കച്ചവടം. നല്ല കച്ചവടം പറയല്ല. ഏരിയത്തൊക്കെ ഇവിടെ എവിടെയെങ്കിലാണ് വർഷാപ്പ് അങ്ങോട്ട് കൊണ്ടുപോവാ. ദൂരത്താണെങ്കിൽ ഓല ഇങ്ങോട്ട് കൊണ്ടുവരാം. ഓലൊക്കെ കുഴപ്പുറത്തുനിന്നൊക്കെ കൊണ്ടുവന്നേക്കുക. ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് ഓല ഓടിച്ചു നോക്കി, വർഷാപ്പ് മെക്കാനിക്കന്മാർ ഓടിച്ചു നോക്കി, ഓല് കടന്നു നോക്കി, എല്ലാ പണികളും നോക്കിയിട്ട് ക്ലിയർ ആക്കിയിട്ടാണ് ഇപ്പൊ. ഒരു ഇന്നോവ മിഞ്ഞാന്ന് കൊടുത്തിട്ടുണ്ട്, അവിടെ ഉണ്ട്, ആ വീട്ടിലുണ്ട്, അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് തന്നെ. വർഷാപ്പാരെ ഓല കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് ക്ലിയർ ആക്കി ഫൈനാൻസ് കയറാൻ കാത്തിക്കാണ്. അതെ, വന്ന് നോക്കി ചെക്ക് ചെയ്ത് കൊണ്ടുപോയിക്കോട്ടെ അല്ലെ. ചെക്ക് ചെയ്ത് എത്ര കൊടുക്കുക? ഇത് നമ്മൾ 5 ഉറുപ്പ്യക്കാണ് കൊടുക്കുക. 5 രൂപ കൊടുക്കാം. 5 ലക്ഷം രൂപ നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. നമ്പർ ആക്കിയിട്ട് 5 ലക്ഷം രൂപ കൊടുക്കും. ഓക്കെ, അപ്പൊ അടുത്ത വണ്ടി കാണിച്ചു കൊടുക്കാം. റെനോൾട്ടിന്റെ ഡസ്റ്റർ ഒരു കരിമ്പുലി അല്ല, കരിമ്പുലി. ഇത് എങ്ങനെയായിരുന്നു? ഇത് 2013-14 രജിസ്റ്ററാ. 14 രജിസ്റ്റേർഡ് കേരള വണ്ടി അല്ലേ? ഓക്കെ, കേരള വണ്ടി. ഓക്കെ, 14 രജിസ്റ്റേർഡ് അല്ലേ? 85 ആണ് വരുന്നത്. പിന്നെ വേറെ തട്ടുമുട്ട് കാര്യങ്ങള് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഒരു റീപ്ലേസും ഇല്ല. ഒരുപാട് 40 ഓടിയിൽ ഒരുപാട് എക്സ്ട്രാ ഫിറ്റ് കയറിയിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ചെയ്താണ് എക്സ്ട്രാ ഫിറ്റിംഗ് ഉണ്ട്. ഒരുപാട് ഇന്റീരിയർ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങള് നല്ല അടിപൊളി വണ്ടിയാണ് കേട്ടോ. കാണാൻ നല്ല ലുക്ക് ഉണ്ട്. ക്വാളിറ്റി എന്തുപാട്? ക്വാളിറ്റി ഒക്കെ കുഴപ്പമില്ല, നല്ല ക്ലിയറാ. എത്ര കൊടുക്കത്? ഇത് 2.80 പറയുന്നുണ്ട്. 2.80 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കല, എന്തെങ്കിലും ചെറുതൊക്കെ കുറച്ച് കൊടുക്കാം. റിഡ്സ് കാർ, അതും പെട്രോൾ വണ്ടിയാണ്, നല്ല അടിപൊളി കളറ്. റിഡ്സ് കാർ ഇവിടെ കുറെ പീസ് ഉണ്ട് കേട്ടോ. നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ ഒരു 4 റിഡ്സ് കാർ കാണിച്ചിന്. പിന്നെ ഇതിലും നമുക്ക് 1-2 കാണിക്കാനുണ്ടല്ലേ. ഇത് ഒന്ന് മാത്രമേ ഉള്ളൂ, ഇതൊന്നേ ഉള്ളൂ. നോക്കാം നമുക്ക്. കഴിഞ്ഞ വീഡിയോയില് 4 കാണിച്ചിന്. അപ്പൊ ഇത് എങ്ങനെയായിരുന്നു? ഇത് 2011 മോഡൽ. പുതിയ ഇഞ്ചൻ മണി ഇപ്പാണ് എടുത്തിട്ട് ഇഞ്ചൻ മണി എടുത്ത വണ്ടിയാണ്. ഇഞ്ചൻ മണി ഫുൾ. ഒരു കൊല്ലത്തെ ഗ്യാരണ്ടി കൊടുക്കാം നമുക്ക് ഇഞ്ചിന്. തന്നെ. അതിനുള്ള സുഖം. ഒരു കൊല്ലത്തെ വാറന്റി കൊടുക്കാൻ പറ്റിയ വണ്ടി അതാണ് ഇതിനുള്ള. നമ്മൾ എടുപ്പിച്ചാണ്, അതുകൊണ്ട് നമ്മൾ കൊടുക്കണേ. അതെ, 11 ധൈര്യമായിട്ട് കൊടുക്കാം. 2011 പുതിയ പേപ്പർ പെട്രോൾ വണ്ടിയല്ല, VX വണ്ടി. ഓക്കെ, 4 ഡോർ പവർ വിൻഡൊക്കെ വരും. അതുപോലെ തന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. ഇഞ്ചുമണി നിങ്ങൾ എടുപ്പിച്ചുകൊണ്ട് പിന്നെ ഒന്നും ഇഞ്ചിന്റെ കാര്യം ഞാൻ പറഞ്ഞ, ഒരു കൊല്ലത്തിൽ എന്ത് സംഭവിച്ചാലും ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമ്മളത് നീറ്റാക്കി കൊടുക്കും. സംഭവിക്കൂലെന്ന് ഞാൻ കാരണം വർഷാപ്പാരെ നമുക്ക് ഉറപ്പ് വന്നിന് ധൈര്യമായിട്ട് കൊടുക്കാൻ ഫുൾ പൈസ കൊടുത്ത് 35 ഉറുപ്പ്യ അടക്കിയെടുത്തല്ലേ. 5 കൊല്ലത്തെ പുതിയ പേപ്പർ. 5 കൊല്ലത്തെ പുതിയ പേപ്പർ. എത്ര കൊടുക്കത്? ഇത് നമ്മൾ 1.90 ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. എന്തെങ്കിലും കുറച്ച് കൊടുക്കും. ആവശ്യക്കാർ വിളിച്ചോട്ടെ. ലോൺ കിട്ടും? ലോണും കിട്ടും. ലോണ് ഒരു 1-1.25 ഉറുപ്പ്യ കിട്ടുമല്ലേ? ആവശ്യക്കാർ സംഖ്യ കൂടുന്നേ ഉള്ളൂ. ആവശ്യക്കാർ വിളിച്ചോട്ടെ അല്ലെ. നല്ല ഖീദമത്തിന്റെ ഒരു പെട്ടി പീസ്, നല്ല അടിപൊളി വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. സ്വിഫ്റ്റ് കാറാണ്, ഡീസലാണ്, Type 2 ഇറങ്ങിയിട്ടുള്ള വണ്ടിയല്ലേ? Type 2 ഇറങ്ങി. ഇത് എങ്ങനെയാണ് മുഹമ്മദ് ഖാ, ഇതിന്റെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞാല്? 2013 മോഡല്. 13 മോഡല്. 1.40 ഓട്ടം. 1.40 ഓടിയിട്ടുണ്ട്. ഓക്കെ, റീപ്ലേസ് ഒന്നുമില്ല. തട്ടുമുട്ടൊന്നുമില്ല. 13 VDI. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, ടയറൊക്കെ ഉണ്ട് കേട്ടോ. ടയറുണ്ട്, എല്ലാ ഭാഗവും ഉണ്ട്. എല്ലാ ഭാഗം ഫിറ്റ് ചെയ്യും. ഇത് ഓണർഷിപ്പ് കയറിനാ? ഓണർഷിപ്പ് 3 ആയിട്ടുണ്ടല്ലേ. ഓക്കെ, ഇത് 28 വരെ പേപ്പർ ഉണ്ടാവും. 13 VDI അല്ലേ? എത്ര ചെയ്യാൻ പറ്റും? ഇത് നമ്മള് 3.25 ഉറുപ്പ്യ ചോദിക്കണം. 3.25 13 വണ്ടി അല്ലേ? ഇത് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കാണാൻ നല്ല ഭംഗിയുള്ള, നല്ല ഇതിന്റെ ബോഡി ലൈനപ്പ് ഒക്കെ നോക്കുകയാണെങ്കിലും ഇല്ല, നല്ല ബോഡി ഷേപ്പ്, ബോഡി ലൈൻ ഒക്കെ ഉള്ള എല്ലാ ഭാഗവും ഷേപ്പ്. ഈ സ്പോയിലർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. വേറെന്താ എക്സ്ട്രാ അങ്ങനെ കേറിയിട്ടില്ലല്ലോ? സെറ്റ് ആൻഡ്രോയിഡ് അങ്ങനത്തെ കേറിയിട്ടില്ല? ഒന്നുമില്ലല്ലോ. അതൊന്നുമില്ല. ഇല്ലല്ലേ? ഓക്കെ, ഇല്ല ആൻഡ്രോയിഡ് ഉണ്ടല്ലോ. ആൻഡ്രോയിഡ് കേറിന്. ആൻഡ്രോയിഡ് കേറിയിട്ടുണ്ട്. പിന്നെ സീറ്റ് കവർ കേറിയിട്ടുണ്ട്. പിന്നെ സ്പോയിലർ 3.25 കൊടുക്കാം. മാക്സിമം ലോൺ എത്ര കിട്ടും? മാക്സിമം ഏകദേശം ഫുള്ള് ലോൺ 3 ഉറുപ്പ്യ, 2.25 ഉറുപ്പ്യ എന്തായാലും കിട്ടും. കിട്ടൂല്ലേ? ഓക്കെ, 2.25 ലോണും. ഇവിടെ ചെറിയ ബഡ്ജറ്റിൽ ഒരു സഡാൻ വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. റിനോൾട്ടിന്റെ സ്കാല. അതും നല്ല അടിപൊളി ഒരു പ്രീമിയം ലുക്കുള്ള വണ്ടിയല്ലേ? ചെറിയ പൈസ കൊടുക്കല്ല. ഡീസലിന് 20 കിലോമീറ്റർ മൈലേജ്. 20 കിലോമീറ്റർ മൈലേജ്. നല്ല ബ്ലാക്ക് കളറും, നല്ല ഒറിജിനൽ കമ്പനി കളർ. നല്ല ക്ലീൻ പീസ് അല്ലേ? മെക്കാനിക് എന്ത് പാട്? മെക്കാനിക് ഒക്കെ
ക്ലിയർ. എത്ര മോഡലായിരുന്നു ഇത് 2016. 16 വണ്ടി. മോഡലുണ്ട്. മോഡലും ഉണ്ട്. ഇത് കേരള വണ്ടിയല്ല, ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ. റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യം ഒന്നുമില്ല. മെയിൻ ക്ലാസ് ഉണ്ട്. മെയിൻ ക്ലാസ് ഉണ്ടല്ലേ. മെക്കാനിക് എന്ത് പാട്? മെക്കാനിക്കൊക്കെ ക്ലിയർ ആണ്. കമ്പനി പിന്നെ ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തെടുക്കലാന്ന്. അതെ നോക്കട്ടെ. എത്ര കൊടുക്കാ ഇത്? നമ്മള് 2.5 രൂപ കൊടുക്കാം. 2 രൂപ കൊടുക്കല. ഓക്കെ. ലോൺ കിട്ടുമോ അതിന്? ലോൺ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ? ചില്ലറ കിട്ടൂല. ഇത് ഫുൾ ഓപ്ഷൻ അല്ല വണ്ടി? അന്ന് ഫുള്ളല്ല, അതിന്റെ നേരെ താഴത്തുള്ള ഇത് ബട്ടൺ സ്റ്റാർട്ടൊക്കെ ഉണ്ട്. പുഷ് ബട്ടനൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ടല്ലോ. ആലോചിച്ച് പുഷ് ബട്ടന് അലൈവില് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്റീരിയർ ഭാഗത്തുള്ള സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. നീറ്റ് ക്ലിയർ ആവും. 2.50 കൊടുക്കല. 2.50 ചോദ്യം കുറച്ച് കൊടുക്കുക. ആവശ്യക്കാർ വരട്ടെ. ഇവിടെ നമുക്കൊരു സ്വിഫ്റ്റ് കാർ കാണിച്ചു കൊടുക്കുക. ഒരു ജനപ്രിയ വണ്ടി, അതും നല്ല അടിപൊളി 2012. 12 വണ്ടി. 12 ടൈപ്പ് 2 തന്നെ. ഓക്കെ. എത്ര ഓട്ടം കാര്യങ്ങളൊക്കെ? 1.26 ഓടി. ഡീസൽ അല്ല വണ്ടി? ഡീസൽ VDI അല്ല? VDI. ഓക്കെ. റീപ്ലേസ് തട്ടുമുട്ട് കാര്യം ഒന്നുമില്ല. പെട്ടി പീസ്. വേറെ യാതൊരു കംപ്ലൈന്റ് ഫോൾട്ട് അങ്ങനത്തെ പ്രശ്നമല്ല? ഒന്നുമില്ല. ഓക്കെ. ഇത് നമുക്ക് എന്ത് വിലക്ക് ചെയ്യാം? ഇത് നമ്മള് 2.5 രൂപ കൊടുക്കാം. 2 രൂപ കൊടുക്കാം. 2.5 രൂപ. പുതിയ പേപ്പർ? പുതിയ 27 പേപ്പറിന്റെ 26 മാസം വരെ പേപ്പർ ഉണ്ടാവും. 2012 അല്ലേ? അതെ. 7 മാസം 26 മാസം വരെ പേപ്പർ ഉണ്ടാവും അല്ലെ? അത് പിന്നെ എടുത്താള് എടുക്കുക. ഇത് വില കുറയോ? എന്തെങ്കിലും ചെറുതൊന്നും കുറയാ, വല്ല കുറയാ ഉണ്ടാവില്ല. വല്ലാണ്ട് കുറയില്ല, ചെറിയ കുറച്ചല്ലേ നമ്മൾ പറയുന്നേ. അതെ. വണ്ടി ഒന്നും നോക്കാല്ല. അതും ടൈപ്പ് 2. അതാ നോക്കേണ്ടത്. ടൈപ്പ് 1 അല്ല, ടൈപ്പ് 2 ആണ്. 2 സാധനം. കാണുന്നുണ്ടാവുമല്ലോ വീഡിയോയില്. അതെ. ടൈപ്പ് 2 ഒരു വണ്ടി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 2.25 പുറത്തേക്ക് എന്തായാലും കൊടുക്കേണ്ടത്. 2.5 രൂപ കൊടുക്കും. 2 രൂപക്ക് കിട്ടും സാധനം. ആവശ്യക്കാരാണെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. ഹുണ്ടായിന്റെ വണ്ടിയാണ് കാണിക്കുന്നത്. ഗ്രാൻഡ് ഐറ്റൺ. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 2019 മോഡൽ. 19 വണ്ടി. ഓക്കെ. 60,000 കിലോമീറ്റർ ഓട്ടം. വെറും 60. റീപ്ലേസ്മെന്റ് കാര്യം ഒന്നുമില്ല. വെട്ടി പീസ്. ഒരു കണ്ണ് ചിമ്മിട്ട് ഇറക്കല വണ്ടിയിൽ. ധൈര്യമായിട്ട് കൊണ്ടുപോകാം. ഒന്നും നോക്കാല്ല. നല്ല നീറ്റ് വണ്ടി അല്ല? നീറ്റ് വണ്ടി. ഓക്കെ. എത്ര കൊടുക്കത്? ഇത് നമ്മള് 3.25 രൂപയ്ക്കുണ്ട്. 19 വണ്ടി അല്ല? പെട്രോൾ ആണ്. വേറെ ഒരു അപാകതകളില്ല. ഫിറ്റ് അല്ല, മെക്കാനിക്. ലോൺ എത്ര കിട്ടും? ലോൺ ഏകദേശം 3 രൂപ ഏതായാലും കിട്ടും. ചിലപ്പോ മേലെ ചിലപ്പോ കിട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും പ്രതീക്ഷിക്കാം. ആവശ്യക്കാർ വിളിച്ചോട്ടെ. നല്ല അടിച്ചപൊളി ഒരു പെട്ടി പീസ് കാണിച്ചു കൊടുക്കുക. നല്ല കോസ്റ്റ്ലി അലോയ്സ് ചെയ്തിട്ടുണ്ട്. അലോയ്സ് 2017-18 ZDI പ്ലസ് ഓട്ടോമാറ്റിക്. ZDI പ്ലസ് ഓട്ടോമാറ്റിക് 2017-18 രജിസ്റ്റേർഡ് ആയിട്ടുള്ള വണ്ടി. ഡീസൽ. ഓക്കെ. സൈസ് കൂടുതലുള്ള അലോയ്സ് ആണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇന്റീരിയർ ഭാഗത്ത് നല്ല സീറ്റ് കവർ, എല്ലാ ഭാഗം ക്ലിയറാ. നല്ല അടിപൊളി റീപ്ലേസോ കാര്യം ഒന്നുമില്ല. ന്യൂ ഷേപ്പിൽ ഇറങ്ങിയിട്ടുള്ള ഡിസൈർ ആണ് കേട്ടോ. അത് ഏറ്റവും ലേറ്റസ്റ്റ് അല്ല, ഏറ്റവും ലേറ്റസ്റ്റ് വേറെ ഇറങ്ങീന് പ്ലസ് ഇതിൽ ഇറങ്ങിയിട്ടുള്ളൂ. അല്ല, അങ്ങനല്ല. ഡിസൈറിൽ ഇതിനേക്കാളും പുതിയത് വന്നിട്ടുണ്ട്, വേറെ ഇറങ്ങിന്. ഇതിന്റെ അതിന്റെ മുമ്പുള്ള വണ്ടിയാണ്. അത്രേ ഉള്ളൂ. 17. അതെ. അപ്പോ ഓട്ടോ എത്ര? ഓട്ടോ 1.24. റീപ്ലേസ് ഇല്ല? റീപ്ലേസ് ഒന്നുമില്ല. ഓണർഷിപ്പ് 3-4 തോന്നുന്നു ആയിട്ടുണ്ട്. ഓണർഷിപ്പ് ആണ് ചെറിയ കാര്യങ്ങള്. ഓണർഷിപ്പ് കേറിയത് കൊണ്ട് നമുക്ക് കുറച്ച് കൊടുക്കാം. എത്ര കൊടുക്കരുത്? ഇത് നമ്മൾ 5.40 കൊടുക്കാം. 5.40 കൊടുക്കാം. അതും 18 രജിസ്റ്റേർഡ് ഡീസൽ ZDI പ്ലസ്. പ്ലസ് ഡീസൽ വണ്ടിയാണ് ഈ പറയുന്നത്. 22 മൈലേജ് വരുന്ന വണ്ടിയാണ്. ഫുൾ ലോഡ് വണ്ടിയല്ലേ? ഫുൾ ലോഡ് വണ്ടി. അതാണ് 5.40 കൊടുക്കുന്നേട്ടാ. അതും ഫുള്ള് ലോണും കൊടുക്കാം. ലോണും കയറ്റി കൊടുക്കാം. നല്ല വിലപ്പാകുണ്ട്. ആവശ്യക്കാരാണെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. വണ്ടി എല്ലാ ഭാഗം ഫിറ്റ് അല്ല, എല്ലാ മെക്കാനിക് കാര്യങ്ങളൊക്കെ മിയത്തുൽ മിയ. കാണാൻ നല്ല ലുക്കുള്ള വണ്ടി. ഗ്ലാൻസ് അല്ല, ടൊയോട്ടന്റെ ഗ്ലാൻസ്. എങ്ങനെയായിരുന്നു ഇത്? മോഡൽ 2020 വണ്ടി അല്ലെ? പെട്രോൾ. ഓക്കെ. ഓട്ടോമാറ്റിക് ആണ്, മാനുവൽ അല്ല. വണ്ടി ഓട്ടോ എത്ര ഉണ്ടാവും? ഓട്ടോ 56 ഓടി. 56 ഓടിയിട്ടുള്ളൂ അല്ലെ? സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും? എല്ലാം ഉണ്ട്. ചെറിയൊരു തട്ടുണ്ട്, ഡിക്കാണ്. അതുകൊണ്ടാണ് ചെറിയൊരു വില കുറവ്. ഫ്രണ്ട് ഒന്നും തട്ടിയിട്ടില്ല? ഒന്നും ആയിട്ടില്ല.
ബാക്ക് ചെറിയ ഡിക്ക് അതുകൊണ്ട് പൊട്ടിച്ചു കൊടുക്കാല. അത് പൊട്ടിച്ചു കൊടുക്കാം. ഈ നമ്മള് ഓടിക്കുന്നതിൽ പ്രശ്നം ഓട്ടറേ ധൈര്യമായിട്ട് അതിനെന്തേ പ്രശ്നം കൊണ്ടുപോവാ. അത് വേണമെങ്കിൽ അതിന് കൊടുക്കാം. പക്ഷെ ഈ തട്ടുള്ളത് നമ്മള് പറയണല്ലോ. അത് പറയണം, പറയാണ്ട് കൊടുക്കാൻ കഴിയില്ല. അതാ പറഞ്ഞു. ഇല്ലാത്തതിന് ഉള്ളതിന് നമ്മൾ ഇല്ലാറിഞ്ഞു കൊടുക്കണില്ല. തട്ടുള്ളതിന് തട്ടുള്ളതന്നെ അത് പറഞ്ഞു കൊടുക്കണം. അതന്നെ. ഈ വില എത്രയാണ്? ഇത് നമ്മൾ 6 രൂപ ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കും. 6 രൂപ ചോദിക്കേണ്ട വില കുറച്ച് കൊടുക്കും. അതും 2020 മോഡൽ 20 വണ്ടി ലാൻസ. ആവശ്യക്കാർ വിളിച്ചോട്ടെ. 56,000 ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ അല്ലെ? ഓക്കെ. സിംഗിൾ ഓണർ, ഒരേ ഒരു ഓണർ. വീണ്ടും റിനോൾട്ടിന്റെ ഡസ്റ്റർ കാണിച്ചു കൊടുക്കല്ലേ? ഇതെങ്ങനെയായിരുന്നു? ഇത് 2012-13 റൈസർ. 13 റൈസർ. 28 വരെ പേപ്പർ ഉണ്ടാവും. ഓക്കെ. എങ്ങനെയായിരുന്നു കാര്യങ്ങള് വണ്ടീന്റെ? ഇത് 2012-13 റൈസർ, സിംഗിൾ ഓണർ, 2,75,000 കിലോമീറ്റർ ഓടിന്. അത് A to Z വരെ സർവീസും ഉണ്ട്. ഓട്ടോ 275 ഉണ്ട്. അത് ഫുൾ സർവീസ് ഹിസ്റ്ററി ഉണ്ട്. ഒരു റീപ്ലേസും ഇല്ല. 3.5 ലക്ഷം രൂപ IDV ഇൻഷുറും ഉണ്ട്. എന്തായാലും ഓട്ടത്തിന്റെ നമ്മൾ വില കുറച്ച് കൊടുക്കാം. വണ്ടിമ വേറെ ഒരു പണി എടുക്കാനില്ല. ഇനി 2,82,000 സർവീസ് ചെയ്യണം. 75 പോടി 2,52 ചെയ്തിന്. അതെ. മേജർ ആയിട്ടുള്ള ഒന്നുമില്ല. മേജറും ഇല്ല, ഒരു ഇതുമില്ല. എത്ര കൊടുക്കുക? ഇത് നമ്മൾ 2,60 ചോദിക്കുന്നുണ്ട്. 2,60 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കല. വില കുറച്ച് കൊടുക്കും. ആവശ്യക്കാർ ലോണ് ഫുള്ള് കിട്ടും. ഏകദേശം 2 രൂപ എന്തായാലും ചിലപ്പോ ഫുള്ളും കയറും. 800 എടുക്കുന്ന പൈസക്ക് ഒരു ആഡംബര കാറാണ് നിങ്ങൾ കാണിക്കുന്നത്. ടൊയോട്ട കൊറോള അൾട്ടീസ്. എങ്ങനെയായിരുന്നു മോഡൽ? 2011 വണ്ടി അല്ലേ? ഓക്കെ. പുതിയ പേപ്പർ ഇനിയിപ്പോ ആകെ 1.5 മാസേ പേപ്പർ നമ്മൾ എടുത്ത് കൊടുത്തിട്ടുള്ള റേറ്റ് ആണെങ്കിൽ 3 രൂപ ചോദിക്കുന്നുണ്ട്. 3 രൂപ അല്ല അങ്ങനെയാണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് കൊടുക്കാം. 3 രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. ക്ലിയർ ആക്കി കൊടുക്കാൻ വെറും പേപ്പർ അല്ല, ഇതുമേലുള്ള പണികളൊക്കെ എടുത്ത് വൃത്തിയാക്കി കുട്ടപ്പനാക്കിയാണ് കൊടുക്കും. കുറച്ച് വൃത്തിയാക്കാനുണ്ട്. അപ്പൊ ഇതെല്ലാം ചെയ്ത് കണ്ട് 3 രൂപ കൊടുക്കാം. അല്ല നമ്പർ ആക്കിയിട്ട് നമ്പർ ആക്കിയിട്ടല്ല, പേപ്പർ എടുത്തിട്ട് പുതിയ 31 പേപ്പർ ഉണ്ടാവും. അതെ. 5 കൊല്ലം 30 വരെ. പിന്നെ വേറെ ട്രാൻസ്ഫോർമർ ഒന്ന് നോക്കാം. 22 മൈലേജ് കിട്ടും ചെയ്യും. 20 മൈലേജിന്റെ കൂടുതൽ ഡീസൽ വണ്ടിയാണ്. മൈലേജ് കൂടുതൽ കിട്ടും. അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ അല്ലേ? ഹിദ്മത്തിന്റെ ഫോർഡിന്റെ എക്കോ സ്പോർട്ട്, അതും ഡീസൽ വണ്ടിയാണ്. എല്ലാ സെറ്റപ്പ് വരുന്നുണ്ട്. ഫുൾ ലോഡ് വണ്ടിയാണ് കേട്ടോ. പുഷ്പത്തിന് അടുക്ക വരുന്ന വാഹനം. ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2015 വണ്ടി. കേരള വണ്ടി അല്ലേ? കേരള വണ്ടി. ഓക്കെ. ടൈറ്റാനിയം ആണ് ഓപ്ഷൻ വരുന്നത് അല്ലേ? ഓട്ടോക്ക് എത്ര ഉണ്ട്? ഓട്ടത്തിന് ഇതിപ്പോ 88 90 കാണുന്നത്. അതിൽ ഡോക്ടർ ഉപയോഗിച്ച വണ്ടിയാണിത്. ഡോക്ടർ ഉപയോഗിച്ചല്ലേ? ഈ ഓട്ടോ 90,000 ഇതിൽ ആണെന്ന് തന്നാള് പറഞ്ഞ് അത്ര ഉറപ്പേ നമുക്കുള്ളൂ. അതെ. സർവീസ് ഉണ്ടാവില്ലല്ലേ? സർവീസ് ഉണ്ടോന്ന് നമ്മൾ ചോദിച്ചപ്പോ ആള് മൂപ്പര് എവിടെയെങ്കിലും ഒക്കെ ഇട്ട് വാല് മാറ്റാന്നല്ലാതെ കമ്പനിയിൽ കൊണ്ടുപോയി മൂപ്പര് കിട്ടില്ല. അതെ. ഒരു ഡോക്ടർ ഉപയോഗിക്കണം. നിങ്ങളെ അഭിപ്രായത്തിൽ 90 തന്നെ ഓടിയില്ല? ഇതൊക്കെ കണ്ടിട്ട് വലിയ ഓട്ടോ ഓവർ ഉണ്ടാവും. കുറവാന്നല്ല. എന്തായാലും ആൾക്കാര് നോക്കുന്നവര് വന്ന് ചെക്ക് ചെയ്തെടുക്കുക. ചെക്ക് ചെയ്തെടുത്തോട്ടെ. അതിന് ഗ്യാരണ്ടി കൊടുക്കാനില്ല അല്ല? അതിന് ഗ്യാരണ്ടി നമുക്കില്ല. വണ്ടി വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസും കാര്യം ഒന്നുമില്ല. നല്ല അടിപൊളി കളർ. നല്ല കളറുമാണ്. ഇത് നല്ല അടിപൊളി കളറാണ്. തിളങ്ങും ചെയ്തു. അതെ. ഇത് എത്രക്ക് കൊടുക്കാൻ പറ്റും? ഇത് നമ്മള് 4.25 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. 4.25 ചോദിക്കുന്നുണ്ട്. കുറച്ചും കൊടുക്കും. ഓക്കെ. ലോണൊക്കെ മാക്സിമം കയറുമല്ലോ? ലോണ് ഏകദേശം 3.5 എന്തായാലും കിട്ടും. പ്രൊഫൈല് ക്ലിയർ ആണെങ്കിൽ